أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. അല്ലാ കുറെ ആയാലോ കണ്ടിട്ട്. കറാത്തല്ലേ, പെരുന്നാളൊക്കെ ഉഷാറായില്ലേ? പുതിയ വീട്ടിലെ ആദ്യത്തെ പെരുന്നാൾ. ഓ സുഖം. നോക്കാം. ബാബുൻ ഫി തഖ്വ, തഖ്വയിൽ പറയുന്ന അധ്യായമാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും വിരോധിച്ച കാര്യങ്ങൾ വിട്ടു നിൽക്കുകയും ചെയ്യാം. തഖ്വ നമ്മൾ അദ്കയിൽ പഠിച്ചിട്ടുണ്ട്. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദത്തിൻ, ജീവിതത്തിൻ്റെ എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം തഖ്വയാണ്. അള്ളാഹുവിനക്ക് തഖ്വ ചെയ്യണം. വത്തിബാഉ അഹ്വാ റഅസു ശർരി ഹബായില, ചെകുത്താൻ്റെ കണികളെ വലകളിൽ അകപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളോട് പിൻപറ്റുക എന്നുള്ളതാണ്. ശരീരം നമ്മോട് പലതും പറയും, ആ പറഞ്ഞത് കേൾക്കാതെ അള്ളാഹു പറഞ്ഞത് കേൾക്കുക. സാഹചര്യങ്ങൾ പലതും നമ്മോട് പറയും, അതിനോട് അടിമപ്പെടാതെ ശറഅ് പറഞ്ഞതിനോട്, ഇസ്ലാം പറഞ്ഞതിനോട് അടിമപ്പെടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? വിജയം. ഏതൊരു വിജയിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിജയം നേടിയത് അത് തഖ്വ ജീവിതത്തിൽ കാണിക്കുന്നത് കൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് നമ്മൾ പറയുന്നത്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനിക്ക് തഖ്വ ചെയ്യണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ഖ തുഖാത്തിഹി, അവനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ എങ്ങനെയാണോ സൂക്ഷിക്കേണ്ടത് അതുപോലെ സൂക്ഷിക്കണം. അതിന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു വിശദീകരണം പറഞ്ഞത്, അള്ളാഹു പറഞ്ഞത് കേൾക്കുക, അള്ളാഹു ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അള്ളാഹു ദോഷമായി കണക്കാക്കിയ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അള്ളാഹുവിനെ എപ്പോഴും നമ്മൾ ഓർക്കുക, അള്ളാഹുവിനെ ഒരിക്കലും നമ്മൾ മറക്കാതിരിക്കുക, അള്ളാഹുവിനക്ക് എപ്പോഴും നന്ദി ചെയ്യുക, ഒരിക്കലും നന്ദികേട് കാണിക്കാതിരിക്കുക. ഇതാണ് തഖ്വ ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് ഇബ്നു മസ്ഊദ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായി തഖ്വ ചെയ്യുന്ന ഒരു രൂപത്തിൽ, അള്ളാഹുവിനെ പേടിക്കുന്ന രൂപത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ പേടിക്കണം, അള്ളാഹുവിനെ വഴിപ്പെടണം എന്ന് പടച്ചോൻ പറയാണ്. അപ്പോൾ ഇവിടെ ഒരു സംശയം ഉണ്ടാവും, അങ്ങനെ ഇപ്പൊ സാധിക്കുമോ? അപ്പൊ ആ ഒന്നാമത്തെ ആയത്തിനെ വിശദീകരിക്കുന്ന മറ്റൊരു ഭാഗമാണ് ഈ പറയുന്നത്. രണ്ടാമത് ശ്രദ്ധിക്കണേ. വഖാല തആല ഫത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. മസ്തത്വഅ്തും, നിങ്ങൾക്ക് സാധിക്കുന്ന അത്ര, നിങ്ങൾ കഴിവിന്റെ പരമാവധി അല്ലാഹുവിനെ സൂക്ഷിക്കണം. അപ്പൊ തഖ്വയില് പല കാറ്റഗറി ഉണ്ട്. ഏറ്റവും വലിയ രൂപത്തിൽ തഖ്വ ചെയ്യുന്ന ആളുണ്ട്. തഖ്വയുടെ അതിൻ്റെ ഗ്രേഡുകൾ പല രൂപത്തിലുണ്ടാവും. ഓരോരുത്തർക്കും സാധിക്കുന്ന അത്ര
തഖ്വ നിങ്ങൾ ചെയ്യുക. വഹാദിഹിൽ ആയത്തു, ഈ ആയത്ത്, രണ്ടാമത് പറഞ്ഞ ആയത്ത്, മുബയ്യിനത്തുൻ, അത് വ്യക്തമാക്കുന്നു, ലിൽ മുറാദി, ഉദ്ദേശത്തെ, മിനൽ ഊല, ഒന്നാമത്തെ ആയത്തിൽ നിന്നുള്ള ഉദ്ദേശത്തെ അത് വ്യക്തമാക്കുന്നു. വ മുഫസ്സിറത്തുൻ, വിശദീകരിക്കുകയും ചെയ്യുന്നു, ലഹ, ഒന്നാമത്തെ ആയത്തിനെ. അപ്പോ ചില ആളുകൾ പറയുമല്ലോ, അങ്ങനെയൊക്കെ ഇപ്പൊ എങ്ങനെ കഴിയാ, ഇങ്ങനെയൊക്കെ ഇപ്പൊ എങ്ങനെ കഴിയാ, അത് ചോദിക്കാനേ പാടില്ല. കഴിവിന്റെ പരമാവധി ചെയ്യാം. മനസ്സിലാണ്ട? അതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കൂല. ഇതൊന്നും ഏത് കാലത്താ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശറഈന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, പരമാവധി സൂക്ഷ്മത കാണിക്കുക എന്നാണ് പടച്ച റബ്ബ് നമ്മളോട് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത്, وقال الله تعالى يا أيها الذين آمنوا, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, വഖൂലു, നിങ്ങൾ പറയണം, ഖൗലൻ സദീദൻ, ശരിയായ സംസാരം സംസാരിക്കണം. ശരിയായത്, അല്ലാതെ മോശമായ തെറ്റായ കുപ്രചരണങ്ങളൊന്നും നിങ്ങൾ നടത്തരുത്. സത്യസന്ധമായ വാക്കുകളാവണം നിങ്ങൾ പറയണം. അതും തഖ്വയുടെ ഒരു ഭാഗമാണ്. അതും തഖ്വയുടെ ഒരു ഭാഗമാണ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖാല തആല വമൻ യത്തഖില്ലാഹ, അല്ലാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ, യജ്അൽ ലഹു, അവനിക്ക് അവൻ ആക്കിക്കൊടുക്കും, മഖ്റജൻ, മോചനം നൽകും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവന് മോചനം നൽകും. അള്ളാഹുവിനക്ക് തഖ്വ ചെയ്ത ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ദുനിയാവിലെയും ആഖിറത്തിലെയും മുഴുവൻ പ്രശ്നങ്ങളിൽ നിന്നും അവന് മോചനം അള്ളാഹു നൽകും. വയർസുഖ്ഹു, അവനക്ക് അള്ളാഹു ഭക്ഷിപ്പിക്കുകയും ചെയ്യും, ഭക്ഷണം നൽകുകയും ചെയ്യും. മിൻ ഹൈതു ലാ യഹ്തസിബു, അവൻ കരുതാത്ത രൂപത്തിൽ, അവൻ വിചാരിക്കാത്ത രൂപത്തിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകും. എല്ലാം റാഹത്തായിട്ട് പോകും. ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് അവരുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ അവരുടെ വിഷയങ്ങളും ജീവിതങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുത്ത് നടന്നു പോകും. എല്ലാം തഖ്വ ചെയ്ത്, അള്ളാഹുവിനക്ക് തഖ്വ ചെയ്ത് ആരെങ്കിലും ജീവിച്ചാൽ അള്ളാഹു അവന് ദുനിയാവിലെയും, അതാണ് അവിടെ അതിന്റെ മഖ്റജ് എന്ന് പറഞ്ഞ, മോചനം എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ മാത്രമല്ല, ദുനിയാവിലെയും ആഖിറത്തിലെയും അവന്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾക്ക് അള്ളാഹു മോചനം നൽകും. അവൻ അറിയാത്ത രൂപത്തിൽ, അവന്റെ ഹൃദയത്തിൽ രൂപപ്പെടാത്ത രൂപത്തിൽ അവന് അള്ളാഹു ഭക്ഷണം നൽകുകയും ചെയ്യും. ഭക്ഷണം മാത്രമല്ല, വസ്ത്രം, സൗകര്യങ്ങൾ എല്ലാം നൽകും. റിസ്ക് എന്ന് പറഞ്ഞ വെറും ഭക്ഷണം യെസ്. ഇനി അത് ഇപ്പൊ തഖ്വയുടെ ഗുണങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയാം. ഇനി നോക്കൂ, അടുത്ത ആയത്ത്, കാലത്താല ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, യജഅൽ ലക്കും, നിങ്ങൾക്ക് അവൻ നൽകും, ഫുർഖാനൻ, വേർതിരിവ് നൽകും. അതായത് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്നുള്ള അറിവ് നിങ്ങൾക്ക് നൽകും. അപ്പൊ നല്ലത് ഏതാന്നുള്ള അറിവ് അറിഞ്ഞാൽ നമ്മൾ നല്ലത് ചെയ്യും, ചീത്ത ഏതാണെന്ന് അറിഞ്ഞാൽ അത് നമ്മൾ ചീത്ത ഒഴിവാക്കും. അതുപോലെ വയുക്കഫിർ അൻകും, നിങ്ങൾക്ക് അവൻ വിട്ടുവീഴ്ച ചെയ്യും, സയ്യിആത്തിക്കും, നിങ്ങളുടെ ദോഷങ്ങളെ, വയഗ്ഫിറു ലക്കും, നിങ്ങൾക്ക് അവൻ പുറത്തു നൽകുകയും ചെയ്യും. നിങ്ങളുടെ വീഴ്ചകളെ വിട്ടുവീഴ്ച ചെയ്യുകയും നിങ്ങളുടെ പാപങ്ങളെ, ദോഷങ്ങളെ അവൻ പൊറുക്കുകയും ചെയ്യും. വല്ലാഹു, അല്ലാഹു തആല, ദുൽ ഫദ്ലിൽ അദീം, വലിയ ഔദാര്യത്തിന്റെ ഉടമയാണ്, വലിയ ഔദാര്യത്തിന്റെ ഉടമയാണ് അല്ലാഹു തആല. അപ്പൊ നോക്ക് നിങ്ങൾ, തഖ്വ ചെയ്താൽ നമ്മുടെ ജീവിതം നന്നാവും, നല്ലതേ നമ്മൾ ചെയ്യൂ. മറ്റൊന്ന്, നമ്മുടെ
നമ്മളറിയാതെ ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടോ സാഹചര്യങ്ങൾക്കോ അടിമപ്പെട്ടുകൊണ്ടൊക്കെ ചിലപ്പോൾ വല്ല മോശത്തരവും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു തരും. പിന്നെ മുൻകഴിഞ്ഞ കാലത്തെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും. പിന്നെ വലിയ ഔദാര്യവാനാണ് പറഞ്ഞാൽ അള്ളാഹു സ്വർഗം നൽകുകയും ചെയ്യും. തഖ്വ ചെയ്താൽ വളരെ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അതെ, മഹ്റജ് എന്ന് പറഞ്ഞാല് പുറപ്പെടുന്ന സ്ഥലം, പുറത്ത് കടക്കുന്നത് എന്നർത്ഥം, പുറത്ത് കടക്കുന്ന സ്ഥലം. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പുറത്ത് കടക്കുന്നു, രക്ഷപ്പെടുന്നു. ഹർജ പുറപ്പെട്ടു എന്നല്ലേ പറയാം, പുറത്തു പോയി. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പുറത്തു പോകും. ഓക്കെ അല്ലേ അസീസ്ക? ക്ലിയർ അല്ലേ? യെസ്. വൽ ആയാത്ത് വൽ ആയാത്തു ഫിൽ ബാബി, ഈ അധ്യായത്തിലുള്ള ആയത്തുകൾ കസീറത്തുൻ, ധാരാളമുണ്ട്, മഅലൂമത്തുൻ, അറിയപ്പെട്ടതുമാണ്. കുറേയൊന്നും നമ്മൾ പറയുന്നില്ല, ഒരു 5-6 ആയത്തുകൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മഹത്വം വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അമ്മൽ അഹാദീസ്, അപ്പോൾ ഹദീസുകൾ. ഫൽ അവ്വലു, ഒന്നാമത്തെ ഹദീസ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്? ഖീല, ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മൻ അക്രമുന്നാസി, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണെന്ന് ചോദിച്ചു. ജനങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ള ആൾ ആരാണ് എന്ന് ചോദിച്ചു. കാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, അത്ഖാഹും, കൂടുതൽ തഖ്വ ചെയ്ത് ജീവിക്കുന്നവർ. ജനങ്ങളിൽ വെച്ച് തഖ്വ ചെയ്യുന്നവർ ആരാണോ, കൂടുതൽ തഖ്വ ചെയ്യുന്നവർ ആരാണോ അവരാണ് ഏറ്റവും ഉത്തമർ. ഫഖാലു, അപ്പോൾ അവർ ചോദിച്ചു, ലൈസ അൻ ഹാദാ നസ്അലുക, ഇതല്ല ഞങ്ങൾ ചോദിക്കുന്നത്, ഇതിനെക്കുറിച്ചല്ല ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ നബി തങ്ങൾ മറുപടി പറഞ്ഞു, കാല യൂസുഫു നബിയുല്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു നബിയില്ലാ ഇബ്നു ഖലീലില്ലാ. അവിടെ നോക്കുങ്ങള്, ഖലീലുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ, യഅ്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാമാണ് എന്ന് പറഞ്ഞു. വാപ്പയും വല്യപ്പയും ഉപ്പാപ്പയും നബിയാണല്ലോ. ഇവരാണ്, യൂസുഫ് നബിയാണ് ഏറ്റവും തഖ്വ ചെയ്ത്. ആ ചരിത്രമൊക്കെ നമുക്കറിയാലോ, സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ. ഖുർആനിൽ അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല ഒരു ചരിത്രം എന്ന് പറയുന്ന ഒരു ചരിത്രമാണല്ലോ യൂസുഫ് നബിയുടെ. അപ്പോൾ വളരെ ഭക്തിയോടുകൂടെയും തഖ്വ ചെയ്ത് ജീവിച്ച യൂസുഫ് നബിനെ കുറിച്ച് കാലു, അപ്പോഴും അവർ പറഞ്ഞു, ലൈസ അൻ ഹാദാ നസ്അലുക, ലൈസ അൻ ഹാദാ, അതിനെക്കുറിച്ചല്ല നസ്അലുക ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് വേറെയാണ്. അപ്പോൾ കാല, അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അപ്പോൾ ഫഅൻ മആദിനിൽ അറബി തസ്അലൂനി, അറബികളുടെ ഗോത്രങ്ങളെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? അറബി ഗോത്രങ്ങളെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അതെ, അതിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. പിന്നെ മറുപടി പിന്നെ നബി തങ്ങൾ പറയാണ്, ഖിയാറുഹും ഫിൽ ജാഹിലിയത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാം. ജാഹിലിയ കാലത്ത്, ഇസ്ലാം വരുന്നതിന് മുമ്പ് ഉത്തമരായിരുന്ന, അവരിലെ ഉത്തമരായിരുന്ന ഗോത്രം ഇസ്ലാം വന്നതിന് ശേഷവും ഉത്തമരാണ്. ഇദാ ഫഖുഹു,
അവർ അറിവുള്ളവരാണെങ്കിൽ, മതപരമായ അറിവുള്ളവരാണെങ്കിൽ, തഖ്വ ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ അവരും ഉത്തമർ തന്നെയാണ്. ചോദ്യം തഖ്വ ചെയ്ത് ജീവിക്കുന്നവർ എന്നുള്ള അതിലേക്ക് തന്നെ എത്തി. നമ്മൾ പാഠം അതാണ്, അതുമായി ബന്ധപ്പെട്ടാണ്. ഏറ്റവും ഉത്തമരായ ആൾ ആരാണ് എന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ വളരെ ആദ്യം തന്നെ പറഞ്ഞു, തഖ്വ ചെയ്ത് ജീവിക്കുന്നവരാണ് ഏറ്റവും ഉത്തമർ. അപ്പൊ ഇവരുടെ മനസ്സിലുള്ളത്, ഞങ്ങൾ അറബികളാണല്ലോ, അറബികൾ ജാഹിലിയ കാലത്ത് തന്നെ വലിയ പദവിയുള്ള ആളുകളുണ്ട്, വലിയ മഹത്വമുള്ള ആളുകളുണ്ട്. കഅബ സംരക്ഷിക്കുന്നവരുണ്ട്, അവിടെ വെള്ളം കൊടുക്കുന്നവരുണ്ട്, കഅബന്റെ താക്കോല് സൂക്ഷിക്കുന്നവരുണ്ട്, പരിപാലിക്കുന്നവരുണ്ട്, അള്ളാഹുവിൻ്റെ സഹായം വന്നവരുണ്ട്, അങ്ങനെ പലതുണ്ട്. അപ്പം അവർ ഉഷാറാണോ എന്നാ ചോദിക്കുക, അതിനെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ പറഞ്ഞാതെ അവരെന്താവണം, അറിവുള്ളവരാണെങ്കിൽ, അറിവുണ്ടാകുമ്പോൾ പിന്നെ അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുമല്ലോ, തഖ്വ ചെയ്ത് ജീവിക്കുകയും ചെയ്യും. തഖ്വ ചെയ്ത് ജീവിക്കുകയും അറിവുള്ളവരുമാണെങ്കിൽ അവരും എന്ത് തന്നെയാണ്, ഏറ്റവും ഉത്തമർ തന്നെയാണ്. ഫഖ്ഹു എന്ന് പറഞ്ഞ അലിമു അഹ്കാമ ശർഈ, മതപരമായ വിധികൾ അറിയുകയും ചെയ്താൽ, അഹ്കാമു ശർഇന്റെ വിധികൾ അവർ അറിയുകയും ചെയ്താൽ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? പറയും. ഉത്തമരാണ്. യെസ്, ഉത്തമരാണ്. എല്ലാവരും ഇല്ലേ? സംശയം ഉണ്ടോ? ക്ലിയർ ആണല്ലോ അല്ലേ? ഇതിപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ നബിതങ്ങളുടെ ഒരു വിനയം കൊണ്ട് പറഞ്ഞത് കൂടിയാണ്. ഞങ്ങളാണ് ഏറ്റവും അമ്പിയാക്കളിൽ ഏറ്റവും അഫ്ളലായ സൃഷ്ടികളിൽ തന്നെ ഏറ്റവും ഉത്തമ നബിതങ്ങളാണല്ലോ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഒരു മഹത്വമായി കാണുന്നൊരു സമൂഹമാണ് അവർ. ഇബ്രാഹിം നബിയുടെ മകൻ 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 എന്ന് പറഞ്ഞു മാത്രം. നബിതങ്ങളാണ് ഏറ്റവും വലിയ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളെന്ന് നബിതങ്ങൾ തന്നെ എന്തായിട്ടുണ്ട്, അന അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആൾ ഞാനാണ് എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തില് അറിവ് തഖ്വയുടെ ഒരു മാനദണ്ഡമാണ്. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ അറിയുന്ന കാര്യങ്ങൾ വെച്ച് തഖ്വ ചെയ്യാം. തെറ്റായ കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കറിയാലോ, അത് ചെയ്യാതിരിക്കുക, അറിയണത് ചെയ്യാതിരിക്കുക. നല്ലത് പരമാവധി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുകയും ചെയ്യാം. 70 അൻ അബി സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ദുനിയ, തീർച്ചയായും ഇഹലോകം, ദുനിയാവ്, ഹുൽവത്തുൻ, മധുരമുള്ളതാണ്, ഖളിറത്തുൻ, ഫ്രഷുമാണ്, പച്ചപ്പ് നിറഞ്ഞതുമാണ്, ഫ്രഷാണ്. ദുനിയാവ് എന്താണ്? എല്ലാവർക്കും ഇഷ്ടമാണ് എന്നർത്ഥം. വ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, മുസ്തഖ്ലിഫുക്കും, നിങ്ങളെ പ്രതിനിധിയാക്കിയിരിക്കുന്നു, ഫിഹാ, ദുനിയാവിൽ, ഈ ദുനിയാവിൽ നിങ്ങളെ പ്രതിനിധിയാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ഫയൻദുറ, അവൻ നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി. കൈഫ തഅമലൂൻ, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുന്നതിന് വേണ്ടി അള്ളാഹു നിങ്ങളെ പ്രതിനിധിയാക്കിയിരിക്കുന്നു. അതുകൊണ്ട്
ഫത്തഖുദ്ദുനിയ, നിങ്ങൾ ദുനിയാവിൽ തഖ്വ ചെയ്ത് ജീവിക്കണം, ദുനിയാവിനെ സൂക്ഷിക്കണം, ദുനിയാവിലെ അപകടങ്ങളൊന്നും വരുത്തി വെക്കരുത്. വത്തഖുന്നിസാ, സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിക്കണം. സ്ത്രീകളെ എന്ത് ചെയ്യണം? നിങ്ങൾ സൂക്ഷിക്കണം. സ്ത്രീകളെ കൊണ്ട് ഫിത്നയിലാകുന്നതിനെയും നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന അവ്വല ഫിത്നത്തിൻ, തീർച്ചയായും ആദ്യത്തെ അപകടം, ഫഇന്ന അവ്വല ഫിത്നത്തി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലുകാരിലെ ആദ്യ അപകടം കാനത്ത് ഫിന്നിസായി, അതായിരുന്നു ഫിന്നിസായി, സ്ത്രീകളിലായിരുന്നു. സ്ത്രീ കാരണമായിട്ടായിരുന്നു, ഒരു പെണ്ണ് കാരണമായിട്ടായിരുന്നു ബനി ഇസ്രായേലിൽ ആദ്യത്തെ അള്ളാഹുവിൻ്റെ പരീക്ഷണവും അപകടവും ഒക്കെ ഉണ്ടായത്. ബൽഗാം ബിനു ബഊറ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് അനുഗ്രഹം നൽകപ്പെട്ടിരുന്നു, അറിവുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ദുആഇന് ഉത്തരം കിട്ടിയിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം വന്ന സമയത്ത് മൂസാ നബി നബിയാണെന്ന് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു, നിങ്ങൾ മൂസാ നബിക്കെതിരെ ദ്വാരക്കണം, നിങ്ങളെ ദുആ അല്ലാഹു സ്വീകരിക്കുമല്ലോ. അപ്പോൾ മൂപ്പർക്കറിയാം മൂസാ നബിയാണ്, മൂപ്പർ ദ്വാരുന്നില്ല. പിന്നെ കുറേ ആളുകൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കുറേ സൗകര്യങ്ങൾ കൊടുത്തു, സ്വർണം കൊടുത്തു, സമ്പത്ത് കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച് ഫിത്നയിലാക്കി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുത്തി, അദ്ദേഹത്തിന് നാശം സംഭവിക്കുകയും ചെയ്തു. അതൊരു വിശദീകരണത്തിൽ പറയുന്നുണ്ട്. അതാണ് ഒരു ഫിത്ന. പിന്നെ പല ഫിത്നകളും എന്താ പറയുക, സ്ത്രീകൾ കാരണമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. സ്ത്രീ കാരണമായിട്ടാണ് വലിയ പ്രയാസം ബനു ഇസ്രായേലുകാർക്ക് ഉണ്ടായത്. അതുകൊണ്ട് സ്ത്രീകളെയും ദുനിയാവിനെയും നിങ്ങൾ സൂക്ഷിക്കണം. ദുനിയാവ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്ത്രീകളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ശരി തന്നെയാണ്, ഇഷ്ടപ്പെടണം. പക്ഷെ അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. വേണ്ട സ്ഥലത്ത് വേണ്ട രൂപത്തിൽ അവരെ പരിഗണിച്ച് നിങ്ങൾ നാശമായി പോകുന്നതിനെ തടയണം. അല്ലാതെ സ്ത്രീകൾ മോശമായതുകൊണ്ടല്ലോ, ദുനിയാവ് മോശമായതുകൊണ്ടല്ലോ. ദുനിയാവിൽ നല്ല നിലക്ക് അമൽ ചെയ്യുന്ന ആളുകൾ സ്വർഗത്ത് പോകുമല്ലോ. ദുനിയാവിനെ പരിഗണിച്ച് ദുനിയാവ് ആഖിറത്തേക്കുള്ള ഒരു കൃഷിയിടമായി പരിഗണിക്കുന്ന ആളുകൾ അങ്ങനെ സ്വർഗത്തിലെത്തും. അതേപോലെ സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിച്ച് വേണ്ട പരിഗണനകൾ നൽകി നിങ്ങൾ നാശമാവാതെ പോകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. ക്ലിയർ അല്ലേ? അസീസ്ക ഓക്കെ അല്ലേ? നമ്മുടെ UAE-ത്തെ അസീസ്ക കുറച്ച് ഭാഗം ഒരു 15 മിനിറ്റ് ആദ്യം ഒന്ന് കേൾക്കണേ, ആയത്തുകളുടെ വിശദീകരണം. അപ്പൊ നോക്കണേ, 71 അസ്സാലിസു അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ, നബി തങ്ങൾ പറയാറുണ്ടായിരുന്നു, നബി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതിനർത്ഥം അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൽ ഹുദാ, സന്മാർഗത്തിനെ ചോദിക്കുന്നു, വത്തുഖാ, ഭക്തിയെ ചോദിക്കുന്നു, തഖ്വയെ ചോദിക്കുന്നു, വൽ അഫാഫ, സംശുദ്ധതയെ ചോദിക്കുന്നു, ചാരിത്രശുദ്ധിയെ ചോദിക്കുന്നു, വൽ ഗിനാ, ഐശ്വര്യത്തെ ചോദിക്കുന്നു. ഐശ്വര്യത്തെയും ചാരിത്രശുദ്ധിയെയും
തഖ്വയെയും സന്മാർഗത്തെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ആരാ ചോദിക്കുന്നത്? നബിതങ്ങൾ ചോദിക്കുക. ഇതിൻ്റെയൊക്കെ വലിയ സ്ഥാനത്തുള്ള ആളാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മൾ എത്ര ചോദിക്കണം? അത് നമ്മളെ പഠിപ്പിക്കാനാണ്. നമ്മളിത് എപ്പോഴും വരക്കണം. നിസ്കാരത്തിന് ശേഷം ഒറ്റക്കുള്ള സമയങ്ങളിലൊക്കെ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. നാലാമത്തെ റാബിഉ അൻ അബീ ത്വരീഫിൻ അദീ ഇബ്നു ഹാത്തിം അത്താഇ റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. മൻ ഒരാൾ ഹലഫ സത്യം ചെയ്തു, അലാ യമീനിൻ ഒരു കാര്യത്തിൻ്റെ മേൽ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞു. സുമ്മ റഅ പിന്നെ അദ്ദേഹം കണ്ടു, അത്ഖ കൂടുതൽ സൂക്ഷ്മമായ ഒന്നിനെ, ഭക്തി കാണിക്കേണ്ട ഒന്നിനെ, ലില്ലാഹി അള്ളാഹുവിനു വേണ്ടി തഖ്വ കാണിക്കേണ്ട ഒന്നിനെ കണ്ടു, മിൻഹ ആ സത്യം ചെയ്തതിനേക്കാൾ. എന്നാൽ ഫൽ യഅ്തി തഖ്വ അവൻ തഖ്വ ചെയ്യണം, തഖ്വയെ കൊണ്ടുവരണം. അപ്പൊ സത്യം ചെയ്തത് പൊളിച്ചിട്ട് ഈ കാര്യം ചെയ്യണം എന്നർത്ഥം. ഉദാഹരണം പറഞ്ഞാല് ഒരു സുന്നത്തായ ഒരു കാര്യം ഒരു കറാഹത്തായ ഒരു കാര്യം ഒരാൾ ചെയ്യുന്നു, സത്യം ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് പിന്നെ മനസ്സിലായി അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യമല്ലേ, കറാഹത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. എന്നാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സത്യത്തെ പൊളിച്ച് അതിൻ്റെ കഫാറത്ത്, അതിൻ്റെ പ്രായച്ചിത്തം നൽകി എന്ത് ചെയ്യണം? ഈ അള്ളാഹുവിനക്ക് തഖ്വ ചെയ്യുന്ന വിഷയത്തെ അവൻ ഏറ്റെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ സത്യമായിട്ടുള്ളതല്ല, നമ്മൾ സത്യം ചെയ്തു പോയി എന്നതിനെ അല്ല പരിഗണിക്കേണ്ടത്. അള്ളാഹുവിനക്ക് വേണ്ടി സൂക്ഷ്മമായ ഒരു ഭാഗമാണ്, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രത്യേകം പരിഗണിക്കേണ്ടത്. അവിടെ അത് യമീൻ എന്ന് പറഞ്ഞാൽ മൈമൂൻ എന്നുള്ള അർത്ഥം വരും. മൈമൂൻ അല്ലല്ല, അതായത് ഇവിടെ ശരിക്കും യമീൻ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യാന്നാണ്. അപ്പൊ സത്യം ചെയ്യുന്നതിന്റെ മേൽ സത്യം ചെയ്യാന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുന്നത് ഒരു കാര്യമാണല്ലോ. അവിടെ അംരിൻ യമീനിൻ എന്ന് പറയാം. ഒരു സത്യം ചെയ്ത ഒരു കാര്യത്തിന്റെ മേൽ ഒരാൾ എന്ത് ചെയ്തു? ഒരു വിഷയത്തിന്റെ മേൽ സത്യം ചെയ്തു. അപ്പൊ ആ സത്യം നോക്കുന്ന സമയത്ത് അതിനേക്കാൾ ഹൈറായത് അള്ളാഹുവിനക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേതാണെന്ന് അവന് മനസ്സിലായി. അപ്പൊ ആ അള്ളാഹുവിനക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തിട്ട് ഈ സത്യത്തെ പൊളിക്കണം. സത്യം പൊളിക്കാൻ പാടില്ല ശരിക്കും. സത്യം ചെയ്തു കഴിഞ്ഞാൽ, സത്യം ചെയ്താൽ പിന്നെ അത് നടപ്പിൽ വരുത്തണം എന്നാണ്. അത് പൊളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന് പ്രായശ്ചിത്തം കൊടുക്കണം, ഫക്കീറന്മാർക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോമ്പ് കൊടുക്കണം. അങ്ങനെയൊക്കെ പ്രായശ്ചിത്തം പ്രതിവിധികളുണ്ട്. അപ്പൊ ആ പ്രായശ്ചിത്തം ചെയ്തിട്ട് അള്ളാഹുവിന്റെ ഇഷ്ടം എന്ത് ചെയ്യണം? അവന്റെ ഇഷ്ടം മാറ്റി വെച്ച് അള്ളാഹുവിന്റെ ഇഷ്ടത്തെ അവൻ എന്ത് ചെയ്യണം? പരിഗണിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എല്ലാവരും ഇല്ലേ? നോട്ട് ചെയ്യണല്ലേ? റഷീദ് ക്ലിയർ അല്ലേ? അസീസ് നോട്ട് ചെയ്യണേ. ഇനി അൽ ഖാമിസു അഞ്ചാമത്തത് അൻ അബി ഉമാമത്ത സുദയ്യ് ബിൻ അജ്ലാൻ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേട്ടു. യഖ്തുബു നബി തങ്ങൾ ഖുത്ബ ഓതുന്നതായിട്ട്, ഖതീബായി പ്രസംഗിക്കുന്നു. എവിടെ? ഫി ഹജ്ജത്തിൽ വദാ, വിടവാങ്ങുന്ന ഹജ്ജിൽ. വിടവാങ്ങൽ പ്രസംഗം നടത്തിയല്ലോ, വിടവാങ്ങുന്ന ഹജ്ജിൽ. ഫഖാല, അപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇത്തഖുല്ലാഹ, അവിടെ പറയണം, അവിടെയും പറഞ്ഞത് ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വസല്ലു ഖംസക്കും,
നിങ്ങൾ 5 നേരത്തെ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കണം. വസൂമു ഷഹ്റക്കും, നിങ്ങളുടെ മാസം, റമളാൻ മാസങ്ങളെ മാസമാണല്ലോ അല്ലേ. റമളാൻ നിങ്ങൾ നോമ്പ് നോക്കണം. റജബ് അള്ളാഹുവിൻ്റെ മാസം, ഷഅബാൻ എൻ്റെ മാസം, റമളാൻ നിങ്ങളുടെ മാസം, എൻ്റെ ഉമ്മത്തിൻ്റെ മാസം എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ആ മീനിങ്ങാണ്. റമളാൻ മാസം നിങ്ങൾ നോമ്പ് നോക്കണം. അദ്ദു, നിങ്ങൾ കൊടുത്തു വിട്ടണം. അദ്ദു സകാത്ത് അംവാലിക്കും, നിങ്ങളുടെ മുതലിൻ്റെ സകാത്തുകളെ കൊടുത്തു വിട്ടണം. വഅതീഉ, നിങ്ങൾ അനുസരിക്കണം. ഉമറാഅക്കും, നിങ്ങളുടെ ഭരണകർത്താക്കളെ, അമീറന്മാരെ നിങ്ങൾ അനുസരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ തദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കും. ജന്നത്ത് റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കും. തഖ്വ ചെയ്ത് ജീവിക്കണം. 5 നേരം നിസ്കരിക്കണം. റമളാൻ മാസം നോമ്പ് നോക്കണം. സകാത്ത് കൊടുക്കണം. ഇവരെ അമീറന്മാരെ, ഭരണകർത്താക്കൾക്ക് നിങ്ങൾ അനുസരണ കാണിക്കണം. ഇതൊക്കെ ചെയ്താൽ നിങ്ങളുടെ റബ്ബിൻ്റെ, രക്ഷിതാവിൻ്റെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കും എന്ന് പറഞ്ഞു. റവാഹു തിർമുദിയു ഫി ആഖിരി കിതാബി സ്വലാത്ത്. ഈ ഹദീസിനെ കിതാബു സ്വലാത്ത് എന്ന അധ്യായത്തിലാണ് തുർമുദി ഇമാം കൊണ്ടുവരുന്നത്. അതിൻ്റെ അവസാനത്തിൽ തുർമുദി ഇമാമിൻ്റെ കിതാബ് അങ്ങനെയാണ്. അതാണ് സ്വലാത്ത്, സക്കാത്ത്, അങ്ങനെയുള്ള ഓരോ അധ്യായങ്ങളാണ്. നമ്മളിപ്പോൾ ഇവിടെ ഈ രൂപത്തിലുള്ള അധ്യായം. അപ്പോൾ ആ കിതാബ് സ്വലാത്തിൻ്റെ അവസാനത്തിൽ കൊണ്ടുവരുന്നു. വഖാല ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ, ഈ ഹദീസ് ഹസനുമാണ് സ്വഹീഹുമാണ് എന്ന് മഹാനവറുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് തഖ്വയെ കുറിച്ചാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, അല്ലാഹുവിനെ തഖ്വ ചെയ്യേണ്ടതുപോലെ നിങ്ങൾ തഖ്വ ചെയ്യണം അല്ലേ. തഖുല്ലാഹ മസ്തതഅതും ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദൻ, ശരിയായ സംസാരം നിങ്ങൾ സംസാരിക്കുകയും തഖ്വ ചെയ്യുകയും വേണം. മൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അല്ലാഹുവിനക്ക് തഖ്വ ചെയ്ത് ജീവിച്ചാൽ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ പ്രയാസ പ്രതിസന്ധികൾക്കും നിന്നും അവന് മോചനം ലഭിക്കുകയും അവൻ മനസ്സിൽ കരുതാത്ത രൂപത്തിൽ, അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അവന് അല്ലാഹു റിസ്ക് നൽകുകയും ചെയ്യും. ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനൻ വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചാൽ അവൻ നിങ്ങൾക്ക് സത്യവും അസത്യവും, നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള കഴിവ് നൽകും. അതുപോലെ നിങ്ങളുടെ പിഴവുകൾ വിട്ടുവീഴ്ച ചെയ്യും, നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരും. അവൻ വലിയ ഔദാര്യത്തിനുടമയാണ്. അതാണ് നമ്മൾ ആയത്തുകളിൽ പറഞ്ഞു. പിന്നെ ഹദീസിൽ നബി തങ്ങളോട് ചോദിച്ചു, ആരാണ് നബിയെ ഏറ്റവും ഉത്തമൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ആരാണ്? അപ്പോൾ പറഞ്ഞു തഖ്വ ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർ ചോദിച്ചു, ഇങ്ങനെയല്ല, ഇതിനെക്കുറിച്ചല്ല ഞങ്ങൾ ചോദിക്കുന്നത്, ഇതല്ല. അപ്പോൾ നബി തങ്ങൾ വിചാരിച്ചു എന്നാ എന്തായിരിക്കും, ഒരാളെ കുറിച്ച് പറയാനാണ് വിചാരിച്ചു. ഒരാളെ പേര് പറഞ്ഞു, യൂസുഫ് നബി അലൈഹി സ്വലാമാണ്. അതുമല്ല നബിയെ ചോദിക്കുന്നു. പിന്നെ നബി തങ്ങൾ മനസ്സിലാക്കി, നിങ്ങളിപ്പോൾ അറബി ഗോത്രങ്ങളാണല്ലോ, അപ്പോൾ അറബി ഗോത്രങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ജാഹിലിയ കാലത്ത്, ഇസ്ലാം ആവിർഭവിക്കുന്നതിന് മുമ്പ് ഉത്തമരായിരുന്ന ഗോത്രം ഇസ്ലാം വന്നതിന് ശേഷവും ഉത്തമർ തന്നെയാണ്. ഒരു കണ്ടീഷനുണ്ട്, അവർ മതവിധികൾ അറിയുകയും അമൽ ചെയ്യുകയും തഖ്വ ചെയ്യുകയും ചെയ്യുന്നവരാകണം. അതാണ് 69-ാമത്തെ ഹദീസ്. 70-ാമത്തെ ഹദീസിൽ ഈ ദുനിയാവ് എല്ലാവരെയും ആകർഷിക്കുന്ന, മധുരമുള്ള, പച്ചപ്പ് നിറഞ്ഞ, ഫ്രഷാണ്, എല്ലാവർക്കും ആഗ്രഹമാണ് ഈ ദുനിയാവ്. ഈ ദുനിയാവിലാണ്, അങ്ങനെയുള്ള ദുനിയാവിലാണ് നിങ്ങളെ അള്ളാഹു പകരമാക്കിയിരിക്കുന്നത്.
പ്രതിനിധിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദുന്യാവിൽ മതിമയങ്ങരുത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? എന്തൊക്കെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്, എങ്ങനെ നിങ്ങൾ അമൽ ചെയ്യുന്നു എന്ന് പരിശോധിക്കാനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ദുനിയാവിനെ സൂക്ഷിക്കണം, ദുനിയാവിൽ മതിമറക്കരുത്. സ്ത്രീകളെ സൂക്ഷിക്കണം, സ്ത്രീകളെയും മതിമറക്കരുത്. ദുനിയാവ് കൊണ്ട് നിങ്ങൾ അപകടത്തിലാവരുത്, സ്ത്രീകളെ കൊണ്ട് നിങ്ങൾ അപകടത്തിലാവരുത്. സ്ത്രീകളെ കൊണ്ട് നിങ്ങൾ വിജയിക്കണം, ദുനിയാവ് കൊണ്ടും നിങ്ങൾ വിജയിക്കണം. സ്ത്രീകളെ കൊണ്ട് വലിയ അപകടം മുൻ സമുദായങ്ങളിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അപകടങ്ങളിൽ നിങ്ങൾ പോയി പെടരുത് എന്ന് 70-ാമത്തെ ഹദീസിൽ നമ്മൾ പഠിപ്പിക്കും. പിന്നെ 71-ാമത്തെ ഹദീസിൽ നബി തങ്ങൾ എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അത് നമ്മൾ ദ്വാരക്കുക. അല്ലാഹുവേ, നിന്നോട് സന്മാർഗം ഞങ്ങൾ ചോദിക്കുന്നു, തഖ്വ ചോദിക്കുന്നു, ഭക്തി ചോദിക്കുന്നു, അഫാഫിനെ ചോദിക്കുന്നു, ചാരിത്രശുദ്ധി സംശുദ്ധതയെ ചോദിക്കുന്നു, വൽ ഗിനാ ഐശ്വര്യത്തെ ചോദിക്കുന്നു. 72-ാമത്തെ ഹദീസ്, ആരെങ്കിലും ഒരു വിഷയത്തിൻ്റെ മേൽ സത്യം ചെയ്തു പറഞ്ഞു, പിന്നെ അള്ളാഹുവിന് ഇഷ്ടം ഇവൻ സത്യം ചെയ്തതല്ല, ഇവൻ ഇഷ്ടപ്പെട്ടതായതുകൊണ്ടാണല്ലോ ഇവൻ സത്യം ചെയ്തത്. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിനെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ മാറ്റിവെക്കണം. അതാണ് ചെയ്യേണ്ടത്. സത്യം പൊളിച്ച് അവൻ്റെ ഇഷ്ടത്തെ ഒഴിവാക്കി അള്ളാഹുവിൻ്റെ ഇഷ്ടവുമായി മാറ്റിവെച്ച് അത് സ്വീകരിക്കണം. 73-ാമത്തെ ഹദീസ്, ഹജ്ജത്തുൽ വദാഇന്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ പ്രസംഗിക്കുകയാണ്. സമയത്ത് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനിക്ക് തഖ്വ ചെയ്യണം, 5 നേരത്തെ നിസ്കാരം നിങ്ങൾ നിലനിർത്തണം, റമദാൻ മാസം നോമ്പനുഷ്ഠിക്കണം, സകാത്ത് നിങ്ങൾ കൊടുത്തുവിട്ടണം, ഭരണകർത്താക്കൾക്ക് നിങ്ങൾ വഴിപ്പെടണം, എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എവിടെ പറയാം? അഫ്സല ക്ലിയർ അല്ലേ? സീസ്ക, റാഫിക്ക, റഷീക്ക? തഖ്വയുമായി ബന്ധപ്പെട്ടാണ്. ഇനി നമ്മൾ പറയാനുള്ളത് തവക്കുലാണ്. തവക്കുലും ഈമാനികമായ ഉറപ്പ്. യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പ്, സ്ട്രോങ് ഈമാൻ. തവക്കുൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. 2 രൂപത്തിൽ തവക്കുലുണ്ട്. ഒന്ന്, നമ്മൾ അദ്കിയയിൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിരുന്നു. തവക്കുല് അള്ളാഹുവിലേക്ക് പൂർണ്ണമായും അവലംബിക്കുക. എനിക്ക് വേണ്ടത് അള്ളാഹു നൽകും. അപ്പോൾ ദുനിയാവിലെ ഒരു വസ്തുക്കളുമായും ഒന്നുമായും അവനുണ്ടാവില്ല, ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ അവന് ഭാര്യ ഉണ്ടാവില്ല, മക്കളുണ്ടാവില്ല, അവന് ജോലിക്ക് പോകേണ്ടതില്ല, അവന് എന്തെങ്കിലും ഇടപാടുകൾ ജനങ്ങളുമായിട്ട് നടത്തേണ്ടതില്ല. എനിക്ക് എൻ്റെ അള്ളാഹു മതി. അപ്പോൾ എല്ലാ സബബുകളിൽ നിന്നും ഒഴിവായി, അള്ളാഹു അനുവദിച്ച കുറേ സബബുകളുണ്ടല്ലോ, അതൊന്നൊക്കെ ഒഴിവായിട്ട് നേരെ അള്ളാഹുവിലേക്ക്, എല്ലാ സബബുകളിൽ നിന്നും ഒഴിവായി അള്ളാഹുവിലേക്ക്. ഇതാണ് ഏറ്റവും ടോപ്പ്. അത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അത് ആ ഒരു പദവിയിലേക്ക് എത്താൻ പ്രയാസമായിരിക്കും. എന്നാൽ അതിൻ്റെ താഴത്തുണ്ട് 2-ാമത്തെ സ്റ്റെപ്പ്. അതെന്താണ്? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, ഈ സബബുകളോട് ബന്ധപ്പെടുകയും ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പുണ്ട്, അവർക്ക് നമ്മൾ ചെലവിന് കൊടുക്കണം, അതിനുവേണ്ടി ജോലിക്ക് പോകണം, അധ്വാനിക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുക്കണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുക? തവക്കുൽ ചെയ്യും. രോഗം വരുമ്പോൾ ചികിത്സിക്കണം, അതൊക്കെ അള്ളാഹു വെച്ച സബബാണ്.
അതൊക്കെ നമുക്ക് ചെയ്യാം. മറ്റേത് അങ്ങനെയല്ല, രോഗം അത് അള്ളാഹു തരും, അള്ളാഹു മാറ്റും, അങ്ങനെയുള്ള ആ വിചാരം. ഇത് രണ്ടും പാടെ കൂടിയതാണ് അമ്പിയാക്കളുടെ തവക്കുൽ. അപ്പോൾ ഏറ്റവും ടോപ്പ് തവക്കുൽ ഏത്? നിബിധങ്ങളൊക്കെ ആ ഒരു കാറ്റഗറിയിലാണ് വരിക. പിന്നെ മറ്റ് ഈ ദുനിയാവുമായിട്ട് മൊഴി ചൊല്ലിയ ആളുകൾ ഉണ്ടാവുമല്ലോ, ദുനിയാവുമായിട്ട് നാട്ടിൽ നിന്ന് അപകടം പെടും, അവിടെ പോയാൽ പ്രശ്നമാണ്. ഇവിടെ ആളുകളുടെ ഇടയിൽ നിൽക്കുകയാണെങ്കിൽ പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, ഹറാമ് കാണേണ്ടി വരും, കേൾക്കേണ്ടി. അങ്ങനെ എന്നിട്ട് ആളുകളിൽ നിന്ന് ഒഴിവായി ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുക, അങ്ങനെയുള്ള തവക്കുലുണ്ട്. 3 തരം തവക്കുലുണ്ട്. രണ്ടും കാടും മിക്സായിട്ട്, രണ്ടും മിക്സാകുക എന്ന് പറഞ്ഞാൽ രണ്ടും ഉണ്ടായിട്ടും അള്ളാഹുവിനെ എന്ത് ചെയ്യുക, അങ്ങനെ സൂപ്പർ പവറായിട്ട് ചെയ്യാം. അത് വലിയ മഹത്തുക്കളായ അമ്പിയാക്കൾക്ക് മാത്രമേ, അങ്ങനെയുള്ള ആളുകൾക്കേ സാധിക്കൂ. പിന്നെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞത്, അത് ഈ ദുനിയാവിനോട് മൊഴി ചൊല്ലി ദുനിയാവിൽ അപകടം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അതൊന്ന് മാറി നിൽക്കുന്നതാണ്. മൂന്നാമതാണ്, അതാണ് നമുക്ക് പറ്റുന്ന സബബുകളുമായി ബന്ധപ്പെട്ട് അള്ളാഹുമായിട്ട് എന്ത് ചെയ്യാൻ എടുക്കുക. അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ പറയുന്നത്. അടുത്ത ദിവസം പറയാം അല്ലേ? മറ്റേതൊക്കെ അല്ലേ, മുമ്പത്തൊക്കെ അല്ലേ? ഒരു 2-3 ആയത്തുകളൊന്ന് പറഞ്ഞു വെക്കാം. ബാബുൻ ഫിൽ യഖീനി വത്തവക്കുൽ. യഖീനിലും തവക്കുലിലും പറയുന്ന അധ്യായമാണ്. യഖീൻ ഉറച്ച വിശ്വാസം, മാറ്റം ഉണ്ടാവില്ല. വത്തവക്കുൽ ഭരമേൽപ്പിക്കുക, അല്ലാഹുവിൽ എല്ലാം ഏൽപ്പിക്കുക. ഖാല അല്ലാഹു തആല വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ ഖാലൂ ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമാ. വലമ്മാ റഅൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ കണ്ടപ്പോൾ, അൽ അഹ്സാബ സൈന്യത്തിനെ കണ്ടപ്പോൾ, ഖന്തക്ക് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളോട് പോരാടാൻ വന്ന സൈന്യത്തെ കണ്ടപ്പോൾ, ഖാലൂ മുഅ്മിനീങ്ങൾ പറഞ്ഞു, തവക്കുലിന്റെ രൂപമാണ്, ഹാദാ ഇത്, മാ വഅദനല്ലാഹു വറസൂലുഹു അല്ലാഹുവും അവന്റെ റസൂലും ഞങ്ങളോട് വാഗ്ദാനം നൽകിയതാണ്. വസദഖല്ലാഹു വറസൂലുഹു അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും സത്യസന്ധത കാണിച്ചിരിക്കുന്നു. വമാ സാദഹും ആ സൈന്യത്തെ കണ്ടുമുട്ടൽ അവർക്ക് വർദ്ധിപ്പിച്ചില്ല, ഇല്ല ഈമാനൻ ഈമാനിനെ അല്ലാതെ വർദ്ധിപ്പിച്ചില്ല. ചിലർ പേടിച്ചു പോവുക സാധാരണ ചെയ്യാം, വലിയ സൈന്യത്തെ കണ്ട് യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ. ഇവർക്ക് എന്തുണ്ടായത്? മുഅ്മിനീങ്ങൾക്ക് എന്തുണ്ടായത്? ഈമാൻ വർദ്ധിക്കുകയും ചെയ്തു. വത്തസ്ലീമൻ ഏൽപ്പിച്ചു കൊടുക്കലും, അള്ളാഹുവിനെ ആശ്രയിക്കലും, ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ആ ശത്രുക്കളെ കണ്ടുമുട്ടലുണ്ടായത്. നമുക്കും അങ്ങനെ തന്നെ വേണ്ട. എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമ്മുടെ ഈമാനും നമ്മുടെ അതുപോലെ തവക്കുലും വർദ്ധിക്കണം. ക്ലിയർ അല്ലേ? വലമ്മാ റഅൽ മുഅ്മിനൂൻ, റഅ മാദിയ ഫീലാട്ടോ, റഅ കണ്ടു. വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ ഖാലൂ അവർ പറഞ്ഞു, സൈന്യത്തെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഹാദാ മാ വഅദ, ഹാദാ ഇത്, മാ ഒന്നാണ്, വഅദന അതിനെ വാഗ്ദാനം നൽകിയിരിക്കുന്നു, നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അല്ലാഹു, അല്ലാഹുവും റസൂലും അവന്റെ റസൂലും, വസദഖല്ലാഹു വറസൂലുഹു അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും സ്വാദിക്കായിരിക്കുന്നു, സത്യം പറഞ്ഞിരിക്കുന്നു, അത് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, പൊരുത്തപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. വമാ സാദഹും അത് അവർക്ക് വർദ്ധിപ്പിച്ചില്ല, ആ ശത്രു കണ്ടുമുട്ടൽ അവർക്ക് വർദ്ധിപ്പിച്ചില്ല, ഇല്ല ഈമാനൻ വ തസ്ലീമൻ ഈമാനിനെയും തസ്ലീമിനെയും ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെയും അല്ലാതെ, അള്ളാഹുവിൽ ഏൽപ്പിച്ചു കൊടുക്കുക, ഈമാൻ ഉണ്ടാകുക, അതല്ലാതെ വേറൊന്നും ഉണ്ടായില്ല, അവർക്ക് വർദ്ധിപ്പിച്ചില്ല.
അതെ, അപ്പോഴാണ് ഒന്ന് തൈക്കീത് കിട്ടുക. ഇതല്ലാത്ത എന്തായില്ല എന്ന് പറയുക, ഞാൻ അതല്ലാതെ ചെയ്തില്ല, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അതല്ലാതെ ചെയ്തില്ല എന്നത് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഇവർക്ക് എന്താ ഉണ്ടായത്? ഈമാൻ വർദ്ധിക്കുക, ഈമാനും തസ്ലീമും വർദ്ധിച്ചു. അത് തൈക്കീതാക്കാൻ വേണ്ടി പറഞ്ഞു. വഖാല തആല, അല്ലാഹു തആല പറയാണ്, അല്ലദീന ഒരുത്തർ, ഖാല ലഹും അവരോട് പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നന്നാസ, തീർച്ചയായും ജനങ്ങൾ, ശത്രുക്കൾ, ഖദ് ജമഉ, അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫഹ്ശവും, നിങ്ങൾ അവരെ പേടിച്ചോ എന്ന് പറഞ്ഞു. ഫഹ്ശവും, നിങ്ങൾ അവരെ പേടിച്ചോ. പക്ഷേ ഫസാദഹും, അത് അവരെ വർദ്ധിപ്പിച്ചില്ല, അല്ല അതവർക്ക് വർദ്ധിപ്പിച്ചു, ഈമാനിനെ വർദ്ധിപ്പിച്ചു. ശത്രുക്കളെല്ലാവരും കൂട്ടം കൂട്ടമായിട്ട് നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേടിച്ചിട്ട് മാറിയെന്നോളിയെന്ന് കുറച്ച് ആളുകൾ പറഞ്ഞു. പക്ഷെ മുഅ്മിനീങ്ങൾക്ക് അതെന്തുണ്ടായത്? ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. വഖാലു, അവർ പറയുകയും ചെയ്തു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു, അല്ലാഹു മതിയായിരിക്കുന്നു ഞങ്ങൾക്ക്, വനിഅമൽ വക്കീൽ, കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന അല്ലാഹു ഏറ്റവും നന്നായിരിക്കുന്നു. അങ്ങനെ ഫൻഖലബു, അവർ മടങ്ങി, ബിനിഅമത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ട് മടങ്ങി, യുദ്ധം വിജയിച്ചു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മടങ്ങി വന്നാൽ യുദ്ധം മടങ്ങി, യുദ്ധത്തിൽ വിജയിച്ചു. ഫളിൻ, ഔദാര്യം കൊണ്ടും, ലം യംസസ്ഹും, അവരെ സ്പർശിച്ചില്ല, സൂഉൻ, ഒരു മോശത്തരവും സ്പർശിച്ചില്ല, വത്തബഉ, അവർ പിൻപറ്റി, റിദ്വാനല്ലാഹ്, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനെ പിൻപറ്റി, അള്ളാഹിൻ്റെ പൊരുത്തം തേടിയവർ. വല്ലാഹു ദൂ ഫളിൻ അദീം, അള്ളാഹു വലിയ ഔദാര്യത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ ചില ആളുകൾ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, വലിയ സൈന്യമാണ്, നിങ്ങളെന്തിനാ അവിടെ പോണേ, നിങ്ങൾ പേടിച്ച് മാറിയെന്നോളി. പക്ഷേ സഹാബത്ത് തവക്കുലാക്കുന്ന ആളുകളായിരുന്നു. അവർക്കത് കേട്ടപ്പോൾ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. അവർ പറയുകയും ചെയ്തു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അങ്ങനെ തവക്കുലാക്കിയതിൻ്റെ ഫലമായി അവർക്ക് എന്തുണ്ടായി? വലിയ വിജയം, അനുഗ്രഹവും വലിയ ഔദാര്യങ്ങളും ഉണ്ടായി. അതുപോലെ അവർക്ക് ഒരു മോശത്തരവും അവർക്ക് എത്തിയില്ല. അള്ളാഹിൻ്റെ പൊരുത്തത്തെ അവർ പിൻപറ്റി എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ പൊരുത്തം അവർക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ തവക്കുലാക്കിയാൽ വലിയ വിജയം കിട്ടും, അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടും, അള്ളാഹിൻ്റെ തൃപ്തിയും കിട്ടും. അല്ലാഹു ദൂ ഫളിൻ അദീം. വഖാല തആല, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, വതവക്കൽ, നീ തവക്കുലാക്ക്, അല്ലാഹ് പറയാം, അലൽ ഹയ്യി, എന്നെന്നും ജീവിക്കുന്നവൻ്റെ മേൽ, അല്ലദീ ലാ യമൂത്ത്, മരിക്കാത്ത, മരണം സംഭവിക്കാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്ന ആളോട് നീ തവക്കുലാക്കുക. നമ്മൾ മരിക്കാൻ പോകുന്ന സൃഷ്ടികളായ ആളുകളോട് തവക്കുലാക്കിയിട്ട് എന്ത് കാര്യമാണ്? തവക്കുലാക്കേണ്ട അല്ലാഹുവിനാണ്. അതുപോലെ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അല്ലാഹുവിൻ്റെ മേൽ മുഅ്മിനീങ്ങൾ തവക്കുലാക്കട്ടെ. ഫഇദാ അസംത, നീ ഒരു കാര്യം തീരുമാനിച്ചാൽ, ഫതവക്കൽ അലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ മേൽ തവക്കുലാക്കണം. ഇനി നോക്കി, നിങ്ങൾ പറയട്ടെ, വമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൻ്റെ മേൽ തവക്കുലാക്കിയാൽ, ഫഹുവ ഹസ്ബു, അവൻ അത് മതി, ഐ കാഫി, അത് മതി, വേറെ ഒന്നും വേണ്ടയില്ല. അല്ലാഹുവിൻ്റെ മേൽ ആരെങ്കിലും തവക്കുലാക്കിയാൽ അവൻ അത് മതി. വഖാല തആല, ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും സത്യവിശ്വാസികൾ, അല്ലദീന, ഒരുത്തരാണ്, ഇദാ ദുക്കിറല്ലാഹു, അല്ലാഹുവിനെ അവർക്ക് മുമ്പിൽ പറയപ്പെട്ടാൽ, സ്മരിക്കപ്പെട്ടാൽ, വജ്ലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പിടക്കും. വഇദാ തുലിയത് അലൈഹിം,
അവരുടെ മേൽ ഓതപ്പെട്ടാൽ, ആയാത്തുഹു അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, സാദത്തുഹും ഈമാനൻ, അവർക്ക് ഈമാൻ വർദ്ധിക്കും, ഈമാനിനെ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. വഅലാ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ മേൽ, യതവക്കലൂൻ, അവർ തവക്കുലാക്കുകയും ചെയ്യും. രക്ഷിതാവിൻ്റെ മേൽ അവർ തവക്കുലാക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ അത് നാളെ അടുത്ത ദിവസം ഒന്നുകൂടി പറയാം ഈ ആയത്തുകൾ. പെട്ടെന്ന് ഒരു വഖഫിലെത്തിക്കാൻ വേണ്ടി ഇത് പറഞ്ഞു തന്നു. അപ്പോൾ തവക്കുലാക്കുന്നതിൻ്റെ വ്യത്യസ്ത ഗുണങ്ങളാണ് പറഞ്ഞത്. സ്വഹാബത്തിൻ്റെ ഒരു പതിവായിരുന്നു അത്. അവർക്ക് ഈമാനും അവർക്ക് തഖ്വയും വർദ്ധിച്ചു. അതുകൊണ്ട് അവർക്ക് വലിയ സഹായം കിട്ടി. പിന്നെ അള്ളാഹു തന്നെ തവക്കുലാക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. പിന്നെ മുഅ്മിനീങ്ങൾ തവക്കുലാക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മളോട് ഇനി ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കണം. അള്ളാഹിനെ ഏൽപ്പിച്ച് തുടങ്ങും. ഇനി തവക്കുലാക്കിയാൽ, അള്ളാഹിൻ്റെ മേൽ തവക്കുലാക്കിയാൽ പിന്നെ വേറൊരു വിഷയം വേണ്ട, അവൻ അത് മതി, അള്ളാഹു മതി. അള്ളാഹുവിനെ കുറിച്ച് ആരുടെയെങ്കിലും മുഅ്മിനീങ്ങളുടെ അടുക്കൽ പറയപ്പെട്ടാൽ അവൻ്റെ ഹൃദയം തപിക്കും, പെടക്കും. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ അവന് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അത് അവനക്ക് ഈമാനിനെ വർദ്ധിപ്പിച്ചു കൊടുക്കും. അള്ളാഹുവിൻ്റെ മേൽ അവർ തവക്കുലാക്കുകയും ചെയ്യും.